ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സാണ്. ഞാനിവിടെ 10 കിച്ചൺ ടിപ്സാണ് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളതാണ്, എന്നാൽ എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവുന്നതുമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ. ദോശ ചുട്ട് കഴിഞ്ഞതിന് ശേഷം ദോശക്കല്ല് ചൂടോടുകൂടെ എടുത്തിട്ട് ഇതേപോലെ ചാരി വെക്കാണ്ടിരിക്കുക. ഇങ്ങനെ ചാരി വെച്ച് കഴിഞ്ഞാൽ ദോശക്കല്ല് വളഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ദോശക്കല്ല് ചൂടോടുകൂടെ മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരന്ന സ്ഥലത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതേപോലെ ചാരി വെക്കരുത്. അല്ലെങ്കിൽ സ്റ്റവിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ട് ചൂടാറിയതിന് ശേഷം കഴുകിയിട്ട് നമുക്ക് ചാരി വെക്കാവുന്നതാണ്. കിച്ചൺ സിങ്കിൻ്റെ താഴെയുള്ള ക്യാബിനറ്റാണിത്. ഇതിൻ്റെ ഡോറിൻ്റെ ഉൾവശത്ത് ഞാൻ ഇതേപോലെ ഹുക്കുകൾ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഹുക്ക് ഇവിടെ വെച്ചിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതേപോലെ കട്ടിംഗ് ബോർഡ് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ്. ഈ കട്ടിംഗ് ബോർഡ് വുഡിൻ്റെയാണ്, നല്ല കനമുള്ളതാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ഹുക്ക് വാങ്ങിയിട്ട് ഇതുപോലെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ കട്ടിംഗ് ബോർഡ് നിൽക്കണമെന്നില്ല, പെട്ടെന്ന് തന്നെ ഹുക്ക് ഇളകി പോരും. അപ്പോൾ ഇത് ഇളകി പോകാണ്ടിരിക്കാനായിട്ട് ഞാനിവിടെ ഈ ഹുക്ക് സൂപ്പർ ഗ്ലൂ വെച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തത് കൊണ്ട് തന്നെ നല്ല പോലെ ബലത്തിലിരിക്കുന്നുണ്ട്. ഒരിക്കലും ഈ ഹുക്ക് ഇളകി പോരില്ല. കുറേ നാളായി ഞാനിങ്ങനെ വെച്ചിട്ട്. അതേപോലെ തന്നെ തൊട്ടടുത്ത ഡോറിലും ഞാൻ ഇതേപോലെ അരിപ്പകളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. ഹുക്കും ഞാൻ സൂപ്പർ ഗ്ലൂ വെച്ച് തന്നെയാണ് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. ഇതിലൊരു അരിപ്പ ഈ ഹുക്കിൽ ഇങ്ങനെ തൂക്കിയിടാനായിട്ട് പറ്റില്ല. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ചെയിൻ ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഈ ഹുക്കിൽ ഇങ്ങനെ ഹാങ് ചെയ്തിടാനായിട്ട് പറ്റും. അപ്പോൾ നല്ല വെയിറ്റുള്ള സാധനങ്ങളൊക്കെ തൂക്കിയിടണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സാധാരണ ഒരു ഹുക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളെപ്പോഴും കിച്ചൺ സിങ്കിൻ്റെ അടുത്ത് ഡിഷ് വാഷും അതുപോലെ സ്ക്രബ്ബറൊക്കെ വെക്കുന്നതിന് കൂടെ തന്നെ ഒരു ബ്രഷ് കൂടെ വെച്ച് കൊടുക്കുക. നമ്മൾ ഇതിനായിട്ടൊരു ബ്രഷ് മാറ്റി വെച്ചിരുന്നാൽ മതി. ഇങ്ങനെ ബ്രഷ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല സാധനങ്ങളും ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഇതേപോലെ മിക്സി ജാറിൻ്റെ അടിഭാഗവും സൈഡും ഒക്കെ നമുക്ക് ബ്രഷ് ഇങ്ങനെ ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് എടുത്തിട്ട് ഉരച്ച് കൊടുക്കാനായിട്ട് പറ്റും. ഓരോ പ്രാവശ്യം മിക്സി ജാർ യൂസ് ചെയ്ത് കഴിഞ്ഞാലും അതുപോലെ തന്നെ നൂൽപുട്ടിൻ്റെ അച്ചാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് പെട്ടെന്ന് എടുത്ത് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ നമ്മൾ മിക്സി ജാറൊക്കെ ബ്രഷ് കൊണ്ട് ഡെയിലി എടുക്കുന്ന സമയത്ത് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലൊരു ബ്രഷ് നമ്മുടെ സ്ക്രബ്ബറിൻ്റെയൊക്കെ കൂടെ വെക്കുന്നത് വളരെയേറെ നന്നായിരിക്കും. വെളിച്ചെണ്ണ വാങ്ങിക്കുന്ന സമയത്ത് മിക്കവാറും എല്ലായ്പ്പോഴും തന്നെ ഇതേപോലെയുള്ള ജാറുകളിലാണ് കിട്ടാറുള്ളത്. ഇതിന് വായ്വട്ടം കുറഞ്ഞത് കൊണ്ട് തന്നെ തണുപ്പുള്ള സമയത്ത് ഇതിൽ നിന്നും എണ്ണ എടുക്കാനായിട്ട് നല്ല പ്രയാസമാണ്. നമ്മൾ ഇതിൽ നിന്നും എണ്ണ എടുക്കുമ്പോൾ തന്നെ എണ്ണ കട്ടയായിട്ട് വന്നിട്ട് ഒരുപാട് എണ്ണ ആവാറുണ്ട്. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് നമുക്ക് തണുപ്പുള്ള സമയങ്ങളിൽ എണ്ണ ഈ ജാറിൽ നിന്നും മാറ്റിയിട്ട് ഒരു വായ്വട്ടം കൂടിയ ഗ്ലാസ് ബോട്ടിലൊക്കെ ആക്കി വെക്കാം. എന്നിട്ട് ഈ ഗ്ലാസ് ബോട്ടിൽ ഒരു സ്പൂണും കൂടെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ സ്പൂണ് നമ്മൾ എപ്പോഴും ഇതിൽ തന്നെ ഇട്ട് വെക്കുന്നതാണ് നല്ലത്. നമ്മൾ പല പല സ്പൂണുകളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ അതിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എണ്ണ കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് ഒരു സ്പൂണും കൂടെ അതിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം എളുപ്പമായിരിക്കും ഈ തണുപ്പുള്ള സമയത്തൊക്കെ എണ്ണ എടുക്കാനായിട്ട്. കുരുമുളക് പൊടി ഇട്ട് വെക്കുന്ന കുപ്പിയിൽ എപ്പോഴും സ്റ്റീലിൻ്റെ സ്പൂൺ ഇടുന്നതായിരിക്കും നല്ലത്. കാരണം പ്ലാസ്റ്റിക്കിൻ്റെ സ്പൂൺ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ ആ സ്പൂൺ ഇങ്ങനെ നാശമായി പോകുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുരുമുളക് പൊടിയിൽ എപ്പോഴും സ്റ്റീലിൻ്റെ സ്പൂൺ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഇതേപോലെയുള്ള ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറുകൾ പെട്ടെന്ന് തന്നെ കാറ്റ് കിടന്നു കഴിഞ്ഞാൽ കട്ട പിടിച്ച് പോവാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ കോഫി പൗഡർ വാങ്ങിക്കുന്ന സമയത്ത് ഇതേപോലെ ആയിരിക്കും ഉണ്ടാവുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ കുറച്ച് തുറന്നിട്ട് അതിൽ നിന്ന് കോഫി പൗഡർ എടുക്കുകയൊക്കെയാണ് സാധാരണ ചെയ്യാറുള്ളത്. പക്ഷേ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫോയിൽ പേപ്പർ അതിൽ നിന്ന് മുഴുവനായിട്ടും തന്നെ പോരും. അപ്പോൾ പിന്നെ നമ്മൾ ക്ലീൻ റാപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ അലുമിനിയം ഫോയിൽ വെച്ചിട്ടോ ഒക്കെ കവർ ചെയ്തിട്ടാണ് എല്ലാവരും തന്നെ കോഫി പൗഡർ വെക്കാറുള്ളത്. എന്നാൽ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞു പോന്നിട്ടുള്ള ഈ റൗണ്ട് ഷേപ്പിലുള്ള ഈ പേപ്പർ തന്നെ നമ്മുടെ ഈ അടപ്പിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക. ഇങ്ങനെ അടപ്പിനുള്ളിൽ വെച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ടൈറ്റായിട്ടിരിക്കും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലും ഇതൊരിക്കലും കട്ട പിടിച്ചു പോകുന്നില്ല. പിന്നെ നമ്മൾ ഇത് അടപ്പിനുള്ളിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം അത് അടപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ഊരിപ്പോരുന്നില്ല. അടപ്പിൻ്റെ ഉള്ളിൽ തന്നെ നല്ലപോലെ ഫിക്സ് ആയിട്ടിരിക്കും. ആദ്യത്തെ 1-2 പ്രാവശ്യം എടുക്കുമ്പോൾ ചിലപ്പോൾ ഇളകി പോരും. പിന്നെ അത് അടപ്പിൻ്റെ ഉള്ളിൽ അങ്ങ് ഫിക്സ് ആയിട്ട് ഇരുന്നോളും. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ടും വളരെ എളുപ്പമാണ്. വേറെ നമ്മളൊരു എക്സ്ട്രാ അലുമിനിയം ഫോയിലോ അല്ലെങ്കിൽ ക്ലീൻ റാപ്പോ ഒന്നും വെച്ച് കവർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ കാപ്പിപ്പൊടി ഒരിക്കലും കട്ട പിടിക്കാണ്ട് ഇരിക്കും. ഇതേപോലെയുള്ള അടപ്പുള്ള മിക്സി ജാർ നമ്മൾ കഴുകി കഴിഞ്ഞതിന് ശേഷം എടുത്തു വെക്കുമ്പോൾ എപ്പോഴും ഈ ചെറിയ അടപ്പ് ഊരിയതിന് ശേഷം വെക്കുക. ഈ ചെറിയ അടപ്പ് ഊരിയിട്ട് ഈ മിക്സി ജാറിന് ഉള്ളിലായിട്ട് ഇട്ടിട്ട് ഈ വലിയ അടപ്പ് ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ഹോളിനുള്ളിലൂടെ കാറ്റ് കിടക്കുന്നത് കൊണ്ട് തന്നെ
മിക്സി ജാർ പിന്നീട് നമ്മൾ എടുക്കുമ്പോൾ ഒരു സ്മെൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. നമ്മൾ കബോർഡിനുള്ളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അല്ലാണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്മെല്ല് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ നമ്മൾ തുറന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. ഇഞ്ചി കുറേ നാൾ കേടുവരാണ്ടിരിക്കാനായിട്ട് ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇതേപോലൊരു ടിഷ്യൂ പേപ്പർ വിരിക്കുക. അതിന് മുകളിലായിട്ട് നമുക്ക് ഇഞ്ചി വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അതിന് മുകളിലായിട്ട് ഇതേപോലൊരു ടിഷ്യൂ പേപ്പർ മടക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കേടാവാണ്ടിരിക്കും. നമ്മൾ മല്ലിച്ചപ്പും പുതിനയും അതുപോലെ പച്ചമുളകും ഒക്കെ ഇതേപോലെ ചെയ്യാറുണ്ട്. ഈ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് ഇഞ്ചിയും ഒരുപാട് നാൾ കേടാവാണ്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും. പച്ചക്കറികൾ നമ്മൾ മുഴുവനായിട്ടോ അല്ലെങ്കിൽ പകുതി മുറിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ബാക്കി ഭാഗമോ ഒക്കെ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ക്ലിൻ റാപ്പ് വെച്ചിട്ട് നല്ലോണം കവർ ചെയ്തിട്ട് വെക്കുക. ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ പ്ലാസ്റ്റിക് കവറിലൊക്കെ പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കുന്നതിനേക്കാളും കൂടുതൽ നാൾ കേടാവാണ്ട് ഇരിക്കും. ഫ്രിഡ്ജിലെ വെജിറ്റബിൾ ട്രേയിൽ നമ്മൾ വെജിറ്റബിൾസ് വെക്കുന്നതിന് മുമ്പായിട്ട് ഒരു 2 ലെയർ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പേപ്പറോ വിരിച്ചതിന് ശേഷം മാത്രം വെജിറ്റബിൾസ് വെക്കുക. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേപ്പറൊന്നും വെക്കാണ്ട് വെജിറ്റബിൾ ട്രേയിൽ വെജിറ്റബിൾസ് വെക്കുന്നതിനേക്കാളും കൂടുതൽ നാളിത് കേടാവാണ്ട് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ടിപ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്. താങ്ക്